അല്ല അത് അല്ല അവർ ചോദിക്കുന്ന അവർ സഹായം അഭ്യർത്ഥിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായി ഒരു മതനിരപേക്ഷ ഗവൺമെൻറ്റിന് ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനത്തിൽ സഹായിച്ചു കൊടുക്കണം. ഈ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ് സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ച് നമ്മൾ കൊടുക്കണ്ടേ? അതൊരു മതനിരപേക്ഷ ഗവൺമെൻറ് ചുമതലയല്ലേ? ആ തരത്തിൽ നമ്മളിപ്പോൾ ക്ഷണിക്കാൻ പോയത് ഒരു മുഖ്യമന്ത്രിയെ ക്ഷണിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേരുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാധാരണ ഒരാൾ ചെന്ന് ക്ഷണിക്കുമ്പോൾ ഉണ്ടാകാവുന്നൊരു അവസ്ഥയുണ്ടല്ലോ, അത് മാറിയിട്ട് സ്വാഭാവികമായി ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള രൂപത്തിൽ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിക്കുമ്പോൾ ആ കാര്യത്തിൽ പോകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആ നിലയ്ക്ക് ബഹുമാനായ മുഖ്യമന്ത്രി അവിടെ പോയി കാണുകയും അദ്ദേഹം തന്നെ സ്വാഗതം ചെയ്യുകയും ഞാനിത് പറഞ്ഞു തീർന്നിട്ട് അപ്പോൾ അത്തരത്തിൽ അത് മുഖവിലേക്ക് എടുക്കുകയും അവരുടെ എല്ലാ സഹകരണവും ഉറപ്പാക്കുകയും 2 മന്ത്രിമാരെ അദ്ദേഹം അയക്കുമെന്ന് ഇപ്പോൾ മെസ്സേജ് തിരിച്ചു തരികയും ചെയ്തു. അവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ശേഖർ ബാബുജിയും അതേപോലെ IT വകുപ്പ് മന്ത്രി പളനിവേലിനെയും അയക്കുമെന്നുള്ള സന്ദേശവും തന്നു. അപ്പോൾ ആ തരത്തിൽ ഗൗരവത്തോടുകൂടി ആ വിഷയം എടുത്തതുകൊണ്ടാണ് അങ്ങനെ രൂപത്തിലേക്ക് വന്നത്. കൃത്യമായി ദേവസ്വം കമ്മീഷനും ഞങ്ങളെല്ലാം ഉൾപ്പെടെയാണ് പോയത്. ഞാൻ ഒറ്റയ്ക്കല്ല പോയത്. അതിൽ ബന്ധപ്പെട്ട ദേവസ്വം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥ പ്രമുഖരും സെക്രട്ടറിയും ഒക്കെ ഉൾപ്പെടെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് അതിനകത്ത് വേറെ തെറ്റായ ഒരു വ്യാഖ്യാനം വരേണ്ടതില്ല. യുവതി പ്രവേശ വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥമാണെന്ന് പറഞ്ഞ സർക്കാരാണ്. ആ യുവതി പ്രവേശനം നടപ്പാക്കുമെന്ന് പറയുന്നത് ഭക്തരുടെ വികാരത്തിന് വിരുദ്ധമാണ്. ഭക്തരുടെ വികാരത്തിനൊപ്പം നിൽക്കുമെന്ന് പറയുമ്പോൾ അതിനുള്ളിലെ നിലപാടാണ്. 2, അന്ന് എടുത്ത കേസുകൾ പോലും പിൻവലിക്കാൻ ഇപ്പോഴും അയ്യപ്പ ഭക്തരെ ദ്രോഹിക്കുകയാണ് സർക്കാർ എന്നാണ് പ്രതിപക്ഷവാദം. അവരുടെ ചോദ്യം അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം അവർ ചോദിക്കട്ടെ. ഇപ്പോൾ ഏതായിരുന്നാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ചർച്ച ചെയ്യുന്ന പ്രശ്നം വികസനത്തിൻ്റെതാണ്. മറ്റേ വിഷയം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിൽ റിവ്യൂ പെറ്റീഷൻ അയക്കുന്ന വിഷയമാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഞാൻ കയറി ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, സബ് ജുഡീസായി മാറും. അത് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ഇവിടെ ചർച്ചയില്ല. അങ്ങനെ ഒരു രൂപത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുമില്ല. അത് വിവാദമാക്കേണ്ട ഒരു പ്രശ്നവും ഇപ്പോൾ ഇല്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ റിവ്യൂ പെറ്റീഷൻ അയക്കുന്ന പ്രശ്നങ്ങളാണ്. അത് പിന്നീട് സർക്കാർ നിലപാടെന്താണെന്ന് കോടതി പറയുന്നതനുസരിച്ച് സത്യവാങ്മൂലം കൊടുക്കാൻ പറയും. അപ്പോൾ കൂടി ആലോചിച്ച് ആ കാര്യത്തിൽ പറയും. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിവാദം ഉണ്ടാക്കിയെടുത്ത് ഇതിനെ തെറ്റായ വഴിക്ക് തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു നിയമത്തിൻ്റെ ഭാഗമാണ് ആ ചർച്ച അവർ ഓപ്പൺ ചെയ്തത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വികസന യാഥാർത്ഥ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനം മറ്റൊരു രൂപത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ കഴിയുമെന്നാണ് ആ വാദത്തിൻ്റെ മുമ്പിലും ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാം ഉള്ളടക്കം. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരോടെല്ലാം വിനയപൂർവ്വമായി പറയാനുള്ളത്, ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു വർഷം മുമ്പ് പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ചെടുത്ത സുപ്രധാനമായ തീരുമാനം വികസന രംഗത്തും ഭാവി പ്രവർത്തനങ്ങളും അവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഉറപ്പാക്കി കൊടുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് സംബന്ധിച്ച ചർച്ചയും നിർദ്ദേശങ്ങളും ഭാവിയെ സംബന്ധിച്ചുള്ള ഞാൻ സൂചിപ്പിച്ച ആഗോള തീർത്ഥാടന അയ്യപ്പ സംഗമത്തിന്റെ ആ നടപടികളുമായി അത് നടപ്പാക്കുകയാണ്, അതിലേക്ക് പോവുകയാണ് സർക്കാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന പരിപാടി ദേവസ്വം ബോർഡിന് വേണ്ട സഹായങ്ങൾ സർക്കാർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യങ്ങളോട് ഡയറക്റ്റായിട്ട് അതേ നിലയിൽ മന്ത്രി VN വാസവൻ പ്രതികരിക്കുന്നില്ല. കോടതിയിലുള്ള വിഷയത്തിൽ കോടതി ആവശ്യപ്പെടുന്ന സമയത്ത് കൂടിയാലോചനയ്ക്ക് ശേഷം പുതിയ സത്യവാങ്മൂലം നൽകണമെങ്കിൽ അത് അപ്പോൾ നൽകും എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതിനപ്പുറത്തേക്ക് അത് ഈ വിഷയത്തിൽ ഈ ഘട്ടത്തിൽ ഒരു ചർച്ചയാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്മേൽ പ്രതിപക്ഷത്തിന്റെ ഒക്കെ പ്രതികരണങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.